Okay, next problem. A continuous random variable x has a PDF. Next problem. A continuous random variable x has a PDF. F of x is equal to 3x square. 0 less than or equal to x less than or equal to 1. Find a and b such that a യും b യും കണ്ടുപിടിക്കണം. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. എന്താണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നത്? എക്സിൻ്റെ വാല്യൂ എ വരെ. അപ്പോൾ എ വരെ. അപ്പോൾ അപ്പർ ലിമിറ്റ് എ ആണ്. ലോവർ ലിമിറ്റ് എന്താണെന്ന് നോക്കണം. ലോവർ ലിമിറ്റ് -∞ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നത് എ വരെ. അപ്പം ലോവർ ലിമിറ്റ് -∞ ടു എ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3x² ആണ്. 3x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 തൊട്ട് എ വരെ. അവിടുത്തെ ലോവർ ലിമിറ്റിലോട്ട് നോക്കിക്കോണം. 0 to a 3x² dx. ദെൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 3x³ 3യും 3യും ക്യാൻസൽ ചെയ്യും. ലിമിറ്റ് കൊടുക്കുമ്പോൾ a³ എന്ന് കിട്ടും. അടുത്ത എന്തുവാ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ വാല്യൂ എ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് അപ്പർ വരെ a to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമ്മുടെ എഫ് ഓഫ് എക്സ് 3x² ആണ്. 3x² കൊടുത്തു. അപ്പോൾ a to എവിടം വരെ അപ്പർ ലിമിറ്റ് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിലെ അപ്പർ ലിമിറ്റ് 1 ആണ്. a to 1 3x² dx. ദെൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത് അതേപോലെ 3x³ 3 എന്ന് കിട്ടും. 3യും 3യും ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ x³ എന്ന് വരും. ലിമിറ്റ് കൊടുക്കുമ്പം 1 - a³ എന്ന് വരും. ഓക്കെ, ഇനി എന്തോ അവർ പറഞ്ഞിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എക്ക് തുല്യമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a³ ഇസ് ഈക്വൽ ടു 1 - a³. a³ അപ്പുറത്ത് പോകുമ്പം 2a³ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് a ഇസ് ഈക്വൽ ടു 1/2 1/3. എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അടുത്ത എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വാല്യൂ വന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് 0.05 ആണ്. അങ്ങനെയാണെങ്കിൽ ബി കണ്ടുപിടിക്കുക. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ത്? ബി ടു അപ്പർ വാല്യൂ, ബി ടു ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ബി ടു നമ്മുടെ അപ്പർ വാല്യൂ 1 ആണ്. 1 3x² dx എന്ന് പറഞ്ഞ് എന്താണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്? 0.05 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ 0 to 1 3x² dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x³ 3 വരും. 3യും 3യും ക്യാൻസൽ ചെയ്യുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 1 - b³ എന്ന് കിട്ടും. 1 - b³ എത്രയാണെന്ന് അവർ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് 0.05 ആണ്. ദാറ്റ് ഈസ് 1 - b³ എന്ന് പറയുന്നത് 0.05 ആണ്. ഇതിൽ നിന്ന് b³ ഇസ് ഈക്വൽ ടു 1 - 0.05 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.95. b ഇസ് ഈക്വൽ ടു 0.95 ദ ഹോൾ റേസ് ടു 1/3 എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് എ PDF f of x c into e⁻³ 3x എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു 0 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് എളുപ്പമാണ്. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പം ലിമിറ്റ് എങ്ങനെ പോരും? 0 തൊട്ട് ∞ വരെ വരും. എന്നിട്ട് ഈക്വൽ ടു 1 ഇക്വേറ്റ് ചെയ്യുക. സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കറിയാം സിൻസ് എഫ് ഓഫ് എക്സ് ഇസ് PDF ആണെങ്കിൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to ∞ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ തന്നിരിക്കുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to ∞ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ c × e⁻³ 3x dx ഇസ് ഈക്വൽ ടു 1 ആണ്. e⁻³ ഇൻ്റഗ്രേഷൻ സി ഇൻ്റഗ്രേഷന് പുറത്തെടുത്തു. e⁻³ ഇൻ്റഗ്രേഷൻ e⁻³ ഡിവൈഡഡ് ബൈ -3 ലിമിറ്റ് 0 to ∞. ദെൻ ഇവിടെ എന്ത് കിട്ടും? അപ്പർ ഞാൻ നേരത്തെ പറഞ്ഞത് c × അപ്പർ ലിമിറ്റ് ∞ കൊടുത്ത് e⁻∞ 0 മാറി. അപ്പം അപ്പർ ലിമിറ്റ് 0 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ e⁻0/-3 ആണ്. അപ്പോൾ അപ്പർ ആ മൈനസ് കൂടെ മാറി 3 എന്ന് കിട്ടും. 3c ഇസ് ഈക്വൽ ടു 1 അല്ല c/3 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ c ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഈസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/18 3 + 2x 2 less than or equal to x less than or equal to 4 equal to 0 otherwise is a PDF ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് 2 less than or equal to x less than or equal to 3. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ എഫ് ഓഫ് എക്സ് PDF ആണോ? അതിൻ്റെ അർത്ഥം എന്തുവാ? PDF ആണോ എന്നാണ് ചെക്ക് ചെയ്തത്. അപ്പം PDF നമ്മൾ എന്ത് ചെയ്യണം?
1 ആണെന്ന് തെളിയിച്ച് കാണിക്കണം. നേരത്തെയൊക്കെ PDF ആണ്, അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവിടെ PDF ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇൻ്റഗ്രേഷൻ -∞ to f(x) dx. ഇവിടെ തന്നിരിക്കുന്ന ലിമിറ്റ് ഇട്ട് കൊടുക്കുക. 2 to 4 1/18 into 3 plus 2x dx. 1/18 കോൺസ്റ്റൻ്റ് ആണ്. 3 plus 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x plus x²/2 എന്ന് കിട്ടും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് x² വരും. ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/8 into 4 into ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടും. ആൻസർ കിട്ടി കഴിയുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1 ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് f(x) is a PDF എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് പ്രോബബിലിറ്റി 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ളത്. പ്രോബബിലിറ്റി 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തത്? ലിമിറ്റ് കൊടുക്കുക. ഇൻ്റഗ്രേഷൻ 2 to 3 f(x) dx ഇസ് ഈക്വൽ ടു f(x) എന്ന് പറഞ്ഞാൽ 1/8 ആണ്. 2 to 3 നമുക്ക് തന്നിരിക്കുന്ന f(x) എന്ന് പറഞ്ഞാൽ 3 plus 2x into dx. ദെൻ 3 plus 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് 1/8 into 3യുടെ ഇൻ്റഗ്രേഷൻ 3x പ്ലസ് 2xൻ്റെ ഇൻ്റഗ്രേഷൻ 2x²/2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യും, x² വരും. ലിമിറ്റ് കൊടുക്കുക. 2 to 3 കൊടുക്കുക. 2 to 3 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 18 - 8 ആണ്, 10 ആണ്. ദാറ്റ് ഈസ് 8/18. ദാറ്റ് ഈസ് ആൻസർ ഈസ് 4/9 എന്ന് കിട്ടി. Okay, next problem. Find k for which f(x) is equal to 1/k, a less than or equal to x less than or equal to b equal to 0, otherwise is a PDF. Find k and also the cumulative distribution. k യും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ക്യാപിറ്റൽ f(x) കണ്ടുപിടിക്കണം. k കണ്ടുപിടിക്കുക എളുപ്പം. എന്ത് ചെയ്താൽ മതി? f(x) PDF ആയതുകൊണ്ട് f(x) into dx is equal to 1. a to bയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് 1ഉമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ക്യാപിറ്റൽ f(x) കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ f(x) is equal to -∞ to x f(x) into dx. അതാണ് ഡെഫിനിഷൻ. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് നമ്മളിവിടെ എന്താണ് പറഞ്ഞത്? f(x) PDF ആയതുകൊണ്ട് -∞ to f(x) dx is equal to 1 ആണ്. നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ a to b f(x) എന്ന് പറഞ്ഞാൽ 1/k ആണ്. 1/k dx. 1/k കോൺസ്റ്റൻ്റ് ആണ്. ദെൻ x 1ൻ്റെ ഇൻ്റഗ്രേഷൻ x ആണ്. a to b. ഇപ്പോൾ ലിമിറ്റ് എടുക്കുമ്പം b - a/k is equal to 1. therefore k equal to b - a എന്ന് കിട്ടും. ഇനി നമുക്ക് ക്യാപിറ്റൽ f(x) ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റൽ f(x) കണ്ടുപിടിക്കാൻ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ക്യാപിറ്റൽ f(x) is equal to -∞ to x f(x) dx ആണ്. നമ്മുടെ ക്വസ്റ്റിനകത്ത് -∞ മീൻസ് ലോവർ ലിമിറ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റിനകത്ത് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് a ആണ്. ദാറ്റ് ഈസ് a to x 1/k into dx. ദെൻ കെയുടെ വാല്യൂ നമുക്ക് പിന്നെ കൊടുക്കാം. 1ൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് x ആണ്. ദെൻ ലിമിറ്റ് കൊടുക്കുമ്പം x - a by k എന്ന് പറയും. k കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. x - a ഡിവൈഡ് ബൈ b - a. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ b ആണ്. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ f(x) എന്ന് പറയുന്നത് ആ കിട്ടി. x - a ഡിവൈഡ് ബൈ b - a. ലിമിറ്റ് എന്ന് പറയുന്നത് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ b. ബാക്കി എല്ലാ ലിമിറ്റിലും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ എഴുതിക്കോണം x ഈക്വൽ ടു 0, x ലെസ് ദാൻ ദ ലോവർ ലിമിറ്റ്. x ലെസ് ദാൻ ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ a ആണ്. ഈക്വൽ ടു 1. അടുത്തത് 1 ആണ്. അത് ഇത് രണ്ടും എപ്പോഴും ക്യാപിറ്റൽ f(x) എഴുതുമ്പോൾ എഴുതേണ്ടതാണ്. ഈക്വൽ ടു 0, x ലെസ് ദാൻ ദ ലോവർ ലിമിറ്റ് a ആണ്. ഈക്വൽ ടു 1, x ഗ്രേറ്റർ ദാൻ b ആണ്. അത് എപ്പോഴും എല്ലാ ക്യാപിറ്റൽ f(x) കണ്ടുപിടിക്കാൻ പറയുമ്പോഴും അത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് ക്യാപിറ്റൽ f(x) കണ്ടുപിടിക്കാൻ ലോവർ ലിമിറ്റ് ഇൻറ്റു ടു എക്സിലെ f(x)നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വൽ ടു 0, x ലെസ് ദാൻ ദ ലോവർ ലിമിറ്റ്, ഈക്വൽ ടു 1, x ഗ്രേറ്റർ ദാൻ ദ അപ്പർ ലിമിറ്റ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.